അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിക്മത്തുൽ അതാഇയയിലെ അടുത്ത ഹിക്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലാ യകുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആഇ മൂജിബൻ ലിയഅസിക ഫഹുവ ളമിന ലക്കൽ ഇജാബ ഫീമാ യഖ്താറുഹു ലക ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക വഫിൽ വഖ്തില്ലദീ യുരീദു ലാ ഫിൽ വഖ്തില്ലദീ തുരീദു. എന്ന നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ അല്ലെങ്കിൽ നന്നായി ആവശ്യമുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹിക്മത്താണ്. ലാ യകുൻ തഅഖുറു അമദിൽ അതാഇ മഅൽ ഇൽഹാഹി ഫി ദുആഇ. അലഹ എന്ന് പറഞ്ഞാൽ സ്ഥിരമാവുക. ദ്വായിൽ സ്ഥിരമായിക്കൊണ്ടേയിരിക്കുന്നു, നീ എപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാലോ തഅഖുറു അമദിൽ അതാഇ, ആ ദ്വായുടെ ഇജാബത്ത് അല്ലെങ്കിൽ അതിന് പകരം നിനക്ക് ലഭിക്കേണ്ട ദാനം അള്ളാഹു നൽകുന്നത് അതിൻ്റെ കാലം താമസിച്ചു കൊണ്ടേയിരിക്കുകയാണ്, പിന്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന കാര്യം. അപ്പം നീ ദ്വാ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ദ്വായുടെ പ്രതിഫലനമൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമൊന്നും നീ കാണുന്നില്ല, അതിങ്ങനെ പിന്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് ആവരുത്. മൂജിബൽ യഅസിക, നിൻ്റെ നിരാശക്ക് കാരണമാകരുത്. അപ്പോൾ ദ്വാ ഇരുന്നു കൊണ്ടേയിരിക്കണ്ടല്ലോ ഞാൻ, എന്നാലോ എനിക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നീ നിരാശപ്പെടരുത്. കാരണം ഫഹുവ ളമിന ലക്കൽ ഇജാബ ഫീമാ യഖ്താറുഹു ലക ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ? അതെ, ഇജാബത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഇജാബത്ത് ഏറ്റെടുത്തിട്ടുള്ളത്? അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്, നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് എല്ലാം കൃത്യമാകണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് എല്ലാം കൃത്യമായിരിക്കും. കാരണം അള്ളാഹുവിന് നാളെ എന്ത് സംഭവിക്കും, ഈ കാര്യം ഇവന് നൽകിയാൽ നാളെ എന്താ ഉണ്ടാവുക, അടുത്ത ദിവസങ്ങളിൽ ഇത് ഇവന് ആഫത്തായിട്ടോ മുസീബത്തായിട്ടാണോ വരിക, അതോ നിയമത്തായിട്ടാണോ വരിക എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അപ്പോൾ അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൽ അത് നല്ലതാണെങ്കിൽ നിനക്ക് തിരഞ്ഞെടുക്കുമെന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതല്ല. വഫിൽ വഖ്തില്ലദീ യുരീദു, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇജാബത്ത് തരും എന്നാണ് പറഞ്ഞത്. ലാ ഫിൽ വഖ്തില്ലദീ തുരീദു, നീ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇജാബത്ത് തരും എന്നല്ല. ഓക്കെ. അപ്പോൾ ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷേ മറുപടി ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നീ നിരാശപ്പെടരുത്. കാരണം ഒന്നാമതായി പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത സമയത്താണ്. നമ്മൾ കരുതുന്ന സമയത്താകണമെന്നില്ല നമ്മൾക്ക് ലഭിക്കുക, അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് ഇജാബത്ത് ലഭിക്കുക. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ഈ ഹിക്മത്തിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഇജാബത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ദ്വാരുന്നോളി, ഞാൻ എന്താക്കുക ഇജാബത്ത് തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ എന്തിലാണ് ഇജാബത്ത് തരിക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് എന്നുള്ളതിൽ അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇജാബത്ത് തരുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക. ഹിക്മത്തിലുള്ള ഒരു പ്രധാന 3 കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏത് സമയത്ത് തരുമെന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്താണ്, നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ദ്വാ എന്നുള്ള സാധനം ഉണ്ടല്ലോ, മാൽ ഇൽഹാഹി ഫി ദ്വാഇ, അതിലാദ്യം എന്താണ് ദ്വാ എന്നുള്ളത് നമ്മൾ പറയണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ യഥാർത്ഥത്തിൽ ദ്വാ ആവുന്നുണ്ടോ? നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട്, ദ്വാ ചെയ്തെന്ന് പറയുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അതൊക്കെ ദ്വാ ആവുന്നുണ്ടോ? ദ്വാ എന്ന് പറഞ്ഞാൽ എന്താ? ദ്വാ എന്ന് പറഞ്ഞാൽ ശരിക്ക് ത്വലബുൽ അബ്ദി മിൻ റബ്ബിഹി ഹവായിജഹു എന്നാണ്. റബ്ബിൻ്റെ പക്കൽ നിന്ന് ഒരു അബ്ദ് ചോദിക്കുന്ന ചോദ്യമാണ് ദ്വാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഉബൂദിയ്യത്ത് സ്ഥിരപ്പെട്ടുകൊണ്ടായിരിക്കണം ദ്വാ വരേണ്ടത്. ഞാൻ അടിമയാണ്, നീ രക്ഷിതാവാണ്,
എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ദുആ വരേണ്ടത്. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വെറും വാചകങ്ങൾ മാത്രമായിരിക്കും. ളുഹറിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാവും, അല്ലാഹുമ്മ ഉക്തുബ് ലനാ ബറാഅത്തൻ മിനന്നാരി വ അമാനം മിനൽ അദാബി വ ഖലാസം മിനൽ ഹിസാബി വ ജവാസൻ അല സിറാത്തി. എന്താണ് നമ്മൾ ചോദിക്കുന്നത്? ആഖിറത്തിൻ്റെ മുഴുവൻ കാര്യം, എല്ലാവിധ വിജയങ്ങളും, ബറാഅത്തു മിനന്നാരും, സ്വർഗത്തിൽ പ്രവേശിക്കണം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണം തുടങ്ങി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഇമാമ ദുആ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആമീൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളായിരിക്കും ഇമാമ. ആ ദുആ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾക്കും അറിയില്ല, ചിലപ്പോൾ ഇമാമിനും അറിയില്ല. നമ്മളൊരു വാക്ക് ഇങ്ങനെ ഉച്ചരിക്കുന്നുണ്ടാകും, നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. ഇങ്ങനെ ഏത് ദുആയും അങ്ങനെ തന്നെ. പക്ഷേ ഇത് ദുആ ആണോ? ഇത് ദുആ അല്ല. യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആവശ്യം അല്ലെങ്കിൽ ആവശ്യപ്പെടലുകളുടെ ഏറ്റവും അങ്ങേതലാണ് ദുആ. നമ്മൾ പരസ്പരം ഒരു സമപ്രായക്കാരാണെങ്കിൽ അതിന് ഇൽത്തിമാസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു മുകളിലുള്ള ആൾ താഴെയുള്ള ആളോട് കൽപ്പിക്കുകയാണെങ്കിൽ അതിന് അംറ് എന്ന് പറയും. അല്ലെങ്കിൽ താഴെയുള്ള ആൾ മുകളിലുള്ള ആളോട് പറയുകയാണെങ്കിൽ ത്വലബ് എന്ന് പറയും, അല്ലെ? അങ്ങനെ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ത്വലബ് അല്ല, അതും കഴിഞ്ഞിട്ടുള്ള അറ്റാണ് ദുആ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ഒരു സംസാരം തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തായിട്ട് മറ്റൊരാളോട് ആവശ്യപ്പെട്ടാൽ, ഒരു ഉസ്താദിനോട് നമ്മൾ സംശയം ചോദിക്കണം. സംശയം ചോദിക്കുമ്പോൾ ഇവന് എവിടെയോ നോക്കിയിട്ട് എന്തോ പണിയിൽ ഉസ്താദിനോടൊരു സംശയം ചോദിക്കുക. അത് ഉസ്താദ് ഗൗനിക്കൂല, സ്വാഭാവികമാണ്. അപ്പം നമ്മുടെ ഇടയിലുള്ള ഈ ത്വലബ് അല്ലെങ്കിൽ ഈ ഇൽത്തിമാസന്നെ മനസ്സാന്നിധ്യമില്ലാതെ ആണെങ്കിൽ പിന്നെ ദുആ അതിൻ്റെ അങ്ങേ തലയാണ്. അപ്പോൾ മനസ്സാന്നിധ്യമില്ലാത്ത, ഖുശൂ ഇല്ലാത്തൊരു ദുആ എന്നുള്ള സംഭവം ദുആ തന്നെ ആവുന്നില്ല. അപ്പോൾ അതാണ് ഒന്ന്. അപ്പോൾ ഇൻകിസാറുൽ ഖൽബ്, പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിധേയപ്പെട്ട് ഞാൻ അബ്ദാണ്, ഉബൂദിയത്ത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അത് മനസ്സിൽ നിന്ന് ഉറവ് പൊട്ടേണ്ട ഒരു അവസ്ഥയാണ്, ഒരു ഹാലാണ്. ആ തളർറോട് കൂടെയാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദുആയാകുന്നത്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, ദുആ നമ്മളാവുന്നുണ്ടോ. അപ്പം ഇൻകിസാർ വേണം. അതേപോലെ തന്നെ ദുആൻ്റെ ആവശ്യമാണ്. ദുആൻ്റെ മറ്റൊരു കാര്യമാണ് തൗബ വേണം. നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യണം. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ഓഫീസിലത്തെ ഒരു വർക്കുകളും നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൽ നമ്മൾ പറ്റിയ പിന്നിലാണ്. അങ്ങനെ ആയിരിക്കെ നമ്മൾ എന്തോ ഒരു ആവശ്യത്തിന് നമ്മൾ ലീവ് ചോദിക്കാൻ പോവുകയാണ്, നമ്മളെ മുകളിലുള്ള ആരോട് HR ഒരാളോട്. അപ്പോൾ ലീവ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് പേടിയുണ്ടാവും. അത് നമ്മളിതുവരെ പല പ്രശ്നത്തിലും അകപ്പെട്ട ആളാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാപ്പപേക്ഷ, അല്ലെങ്കിൽ നീ ആവർത്തിക്കൂല എന്നുള്ളൊരു അപേക്ഷയ്ക്ക് ശേഷമേ നമ്മൾ ലീവ് ചോദിക്കാൻ ധൈര്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തള്ളപ്പെടും. നമ്മൾക്കറിയാം, അള്ളാഹുവിൻ്റെ അബദായ നമ്മൾ അള്ളാഹുവിനോട് എല്ലാ സമയവും ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, തെറ്റുകളിൽ വീണുകൊണ്ടേയിരിക്കുന്നു, നിസ്കാര നിർവഹണത്തിൽ ബാക്കിയുള്ള ഇബാദത്തുകളിലൊക്കെ വീഴ്ച വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പോയിട്ട് അള്ളാഹുവേ എനിക്ക് വീട് വെച്ചരണം, അല്ലെങ്കിൽ അള്ളാഹുവേക്ക് സ്വർഗം തരണം, എന്ത് ദുആകളായാലും എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടാവും. നിലവിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മാപ്പപേക്ഷ അല്ലെങ്കിൽ തൗബ, ആ തൗബ കൃത്യമായിട്ട് ചെയ്ത് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇത് ദുആ ആവുന്നുള്ളൂ. ഒരു അബ്ദ് മൗലയോട് ചോദിക്കുന്ന ഒരവസ്ഥ അപ്പോഴേ ആവുന്നുള്ളൂ. മുമ്പുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക, എന്നിട്ട് ഈ ഇൻകിസാറോട് കൂടെ അള്ളാഹു തആലയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത്. ആ ദുആ ആവുന്നുണ്ടോ? നമ്മുടെ ദുആ ഒന്നും അങ്ങനെ ആവണില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഇനി നമ്മുടെ ഹിക്മത്തിലേക്ക് പോയാൽ, ദുആയിൽ ഇങ്ങനെ സ്ഥിരമായി നിൽക്കുന്നു എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. കാരണം നമ്മുടെ ദുആ എന്താവണമെന്നില്ല,
ദ്വാ ആവണില്ല. ഇനി നമ്മൾ പറയാണ്, ഇനി ദ്വായൊക്കെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ ഷർത്തുകളൊക്കെ പാലിച്ചു നല്ല ഒരു അബ്ദായ അടിമയായിട്ട് ഉബൂദിയത്ത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആണ് അള്ളാഹു വാദ ചെയ്തത് എന്ത്? ഞാൻ ഉത്തരം നൽകും. ഉദുഉനി അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്താവും? മറുപടി നൽകും. മാമിൻ അഹദിൻ യദൂ ബിദുആഇൻ ഇല്ലാ ആതാഹുല്ലാഹു മാ സഅൽ ഔ കഫ അൻഹു മിന സൂഇ മിസ്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു അവൻ ചോദിച്ചത് നൽകും. മാമിൻ അഹദിൻ, നൽകിയിട്ടല്ലാതെ ഇല്ല, തീർച്ചയായിട്ടും നൽകും. അല്ലെങ്കിൽ അവൻ ഈ എന്തിൽ നിന്നാണോ ദുആ ചെയ്തത് അതിനോട് വരുന്ന ഒരു സൂഇനെ, പ്രശ്നത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വാഅദ്. അപ്പോൾ ഈ വാഅദ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാഅദ് മുഹഖഖാണ്. അള്ളാഹുവിൻ്റെ വാഅദ് ഒരിക്കലും പിന്തൂല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാഅദ് ഒരിക്കലും ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിയാദ് ധാരാളം ഇടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇനി ഇജാബത്തിൻ്റെ ഘട്ടങ്ങൾ ആണ് ഇനി പറയുന്നത്. അപ്പോൾ ദുആ ആണെങ്കിൽ അള്ളാഹു ഇജാബത്ത് ചെയ്യും. ആ ഇജാബത്ത് എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ പറഞ്ഞത്. ഫഹുവ ളുമിനൽ ലക്കൽ ഇജാബ ഫീമാ തഖ്താറുഹു യഖ്താറുഹു ലക ലാ ഫീമാ തഖ്താറുഹു ലി നഫ്സിക. നമ്മൾക്ക് പരിധികളുണ്ട്. നമ്മൾക്ക് ഈ വർത്തമാനകാലം സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും നേട്ടം ലഭിക്കണം, അത് പിന്നീട് അതിൽ ഭവിഷ്യത്തുകൾ വരുമോ അപകടങ്ങൾ വരുമോ എന്ന് നമ്മൾക്കറിയില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ മാലി, ഹാല്, മുസ്തഖ്ബൽ, ഭാവി, ഭൂതം, വർത്തമാനം എന്നുള്ള കാലങ്ങൾക്ക് അതീതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരു ജോലി, നമ്മളൊരു ആവശ്യത്തിന് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ജോലി ശരിയാകും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു ജോലി ലഭിക്കും. ആ ജോലി ലഭിച്ചാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ എടുത്തു പോയാൽ ഉള്ള സമ്പത്ത് കൂടി അല്ലെങ്കിൽ ഉള്ള ദീന് കൂടി നശിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കിലുണ്ടാവുക. അങ്ങനെ ആയിരിക്കാം. അപ്പം നമ്മളൊരു വസീലയെയാണ് തേടുന്നത്. ആ വസീല ചിലപ്പോൾ ശരിയായിരിക്കണം എന്നില്ല, ഒരു മാർഗത്തെയാണ് തേടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾക്കിപ്പോൾ സമ്പത്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ജോലി ശരിയായിട്ട് എന്താ? സമ്പത്തുണ്ടാവും. സമ്പത്തുണ്ടായ എന്താ? കുടുംബമൊക്കെ ഉഷാറായി നോക്കുക എന്നതല്ലേ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ശരിയായാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഈ വസീല ശരിയാക്കി തരില്ല, ലക്ഷ്യമായിരിക്കും നമ്മുടെ ദുആ കൊണ്ട് ശരിയാക്കി തരിക. ഓക്കെ, അപ്പോൾ വസീലയുടെ മേലല്ല നമ്മുടെ എത്തിമാദ് വരേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്തഖ്ബൽ അറിയുന്നവനാണ്, ഭാവി അറിയുന്നവനാണ്. അപ്പോൾ ആ വസീല കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരും, അല്ലെങ്കിൽ മനസ്സിൽ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅസാൻ തക്റൂ ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. അല്ലേ? നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും. നന്മ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കും, പക്ഷെ അതായിരിക്കും തിന്മ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും, അതായിരിക്കും ഖൈർ. അങ്ങനെയൊക്കെ വരാം. ഓക്കെ, മാത്രമല്ല സമയം ഇപ്പോൾ തന്നെ കിട്ടണം എന്ന കാര്യം നമ്മൾക്ക് എന്തായാലും ഇപ്പോഴും കിട്ടണം എന്നൊരു ചിന്തയായിരിക്കും. നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഖൈർ ഇപ്പോൾ കിട്ടിയാൽ അത് പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ ഭവിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തിരഞ്ഞെടുക്കും. നിൻ്റെ ദ്വാ കാരണത്താൽ നിനക്ക് ഏതാണോ ഖൈറായ സമയം ആ സമയത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരിക. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് വീടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, ഇന്ന വീട് എന്ന് വെക്കുക, ഇന്ന വീട് തന്നെ തരാമെന്നായിരിക്കും. പക്ഷെ ആ വീട് എന്തെങ്കിലും ഇന്ന സ്ഥലത്തുള്ളൊരു വീട് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്ത് വീട് വെച്ചവിടെ താമസിക്കൽ ബുദ്ധിമുട്ടായിട്ട് ഭവിച്ചേക്കാം. അപ്പോൾ സൗകര്യമുള്ള താമസിക്കാൻ ഇടം എന്നല്ലേ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാക്കി തരും. അങ്ങനെ ഏത് സാധനങ്ങളും. അപ്പോൾ എല്ലാ അവസ്ഥകളും അറിയുന്ന, കാലങ്ങളൊക്കെ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതേപോലെ തന്നെ സമയം. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഫിറഔനെതിരെ റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം എന്നൊക്കെ പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനെതിരെ ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് അള്ളാഹു മറുപടി നൽകിയ ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചെയ്തു. പക്ഷേ ആ ദുആക്ക് ശേഷം 40 വർഷം കഴിഞ്ഞിട്ടാണ് ഫിറഔനിനെ നശിപ്പിക്കുന്നത്.
ഈ ഇജാബത്ത് മൂസാ നബി കാണുന്നത് 40 വർഷത്തിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഹൈറായ സമയത്ത് ഇജാബത്ത് വരിക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മിയാദ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നടപ്പാക്കുകയും ചെയ്യും. ഓക്കെ, യെസ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ദ്വാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ഇബാദത്താണ്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ദ്വാ ചെയ്യുക, അത് കഴിഞ്ഞാൽ ദ്വായൊക്കെ നിർത്തുക, അങ്ങനല്ല യഥാർത്ഥത്തിൽ ദ്വാ എന്ന് പറഞ്ഞാൽ, മുഅ്മിൻ്റെ ദ്വാ എന്ന് പറഞ്ഞാൽ. അതൊരു വസീലയല്ല, എന്തെങ്കിലും കിട്ടാനുള്ളൊരു മാർഗ്ഗം മാത്രമല്ല വസീല ദ്വാ. അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉബൂദിയ്യത്ത് വെളിവാക്കിക്കൊണ്ടേയിരിക്കുക. ആ ഒരു അബ്ദ് എന്നുള്ളത് നമ്മളിങ്ങനെ വെളിവാക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മൾക്കും ഇസ്സത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതുമാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ. അള്ളാഹു ഇങ്ങനെ ദ്വായിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു, ചോദിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ടീമ, അവരെ അള്ളാഹുവിന് നല്ല ഇഷ്ടമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ സമ്പത്ത് നമ്മൾക്ക് എന്താ ആവശ്യമുള്ളത് വെച്ചാൽ നമ്മൾക്ക് അള്ളാഹു തന്നാൽ പോരെ, അള്ളാഹു തരുന്നതല്ലേ. നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരിക. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികൾ തരുന്നത് എന്തിനു കൂടിയാണ്? പിന്നെ ദ്വാ ചെയ്യാൻ കൂടിയാണ്. അപ്പോൾ അത് ദ്വാ ചെയ്ത് അള്ളാഹുവിന് ആ ഇൽഹാറുൽ ഉബൂദിയ്യ, ആ ഉബൂദിയ്യത്ത് ഇങ്ങനെ വെളിവാക്കിക്കൊണ്ടേ ഇരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തരുന്നത്. നമ്മൾ പറഞ്ഞതാണ്, മുനാഫിഖീങ്ങളോടൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിക്കണില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് വരുന്നില്ലേ, എന്നിട്ടും എന്താണ് അള്ളാഹുവിനോട് നിങ്ങൾ കീഴ്പ്പെടാത്തത്? അപ്പോൾ മുസീബത്ത് വരിക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരിക എന്നുള്ളത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ കീഴ്പ്പെടാനുള്ള ഉബൂദിയ്യത്ത് സ്ഥിരപ്പെടുത്താനുള്ള എന്താണ് ഓരോ വഴികളാണ്, ഓരോ സമയങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് അള്ളാഹുവിനോട് നമ്മളിങ്ങനെ കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഇത് മാധ്യമമായി വെച്ചതാണ്. അപ്പോൾ ദ്വാ എന്നുള്ളത് തന്നെ ഒരു ലക്ഷ്യമാണ്. ദ്വാ എന്തല്ല, ഒരു മാധ്യമം മാത്രമല്ല. ഓക്കെ, ഇതേപോലുള്ളൊരു ഹിക്മത്താണ് ലാ യുശക്കിക്കന്നക ഫിൽ വാദി അദമു വുഖൂഇൽ മഅഊദി വ ഇൻ തഅയ്യന സമാനുഹു ലിഅല്ലാ യകൂന ദാലിക ഖദഹൻ ഫീ ബസീറതിക വ ഇഖ്മാദൻ ലിനൂരി സരീറതിക. ഇതേ ആശയം ഏറെക്കുറെ അള്ളാഹു പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളൊന്നും ഇപ്പോൾ സംഭവിക്കണില്ലല്ലോ എന്നിങ്ങനെ ടെൻഷൻ അടിക്കരുത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാദിൽ നീ സംശയം പ്രകടിപ്പിക്കരുത്. അതിൻ്റെ കാലം നിർണിതമായിട്ടുണ്ടെങ്കിലും, കാരണം അങ്ങനെ സംശയം പ്രകടിപ്പിക്കുക എന്നുള്ളത് നിൻ്റെ ബസീറത്ത് നഷ്ടപ്പെടാനുള്ള, നിൻ്റെ ഖൽബിൻ്റെ പ്രകാശം ഇല്ലാതാവാനുള്ള കാരണമായിട്ട് ഭവിക്കും. അള്ളാഹു പല വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നാ ലൻസുറു റുസലനാ വല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അങ്ങനെ തുടങ്ങി ധാരാളം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അള്ളാഹു കീഴ്പ്പെട്ടാൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, അല്ലേ, ഈ ത്വാഅത്ത് ചെയ്താൽ ഹയാത്തും ത്വയ്യിബ നൽകും. അങ്ങനെ തുടങ്ങി ധാരാളം വാദുകളുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ പറഞ്ഞത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം, എത്രത്തോളം ഈ ത്വാഅത്ത് അല്ലെങ്കിൽ കീഴ്പ്പെടൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനെ കീഴ്പ്പെട്ടാൽ അള്ളാഹു കൊണ്ട് സഹായം ചെയ്യില്ലേ, ആ കീഴ്പ്പെടൽ യഥാർത്ഥത്തിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ദ്വായെക്കുറിച്ച് പറഞ്ഞ പോലെ ഒരു മനുഷ്യന്മാരും, അല്ലേ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് അടുക്കും തോറും നമ്മുടെ നെഫ്സിൻ്റെ വീഴ്ചകൾ അധികരിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ വീഴ്ചകൾ കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പം നമ്മളെ നെഫ്സ് ശരിയായിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ ഓക്കെയാണെന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ബോധ്യത്തിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളടക്കം വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, എന്നെ നിന്നിലാക്കരുതേ എന്നൊക്കെ ദുആ ചെയ്ത് സ്വന്തത്തെ നെഫ്സിനെ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ കീഴ്പ്പെടുത്തി കൊടുത്ത് ഒന്നും എല്ലാം വീഴ്ചകൾ മാത്രമാണെന്ന് സ്വന്തം നെഫ്സിനെക്കുറിച്ച്, അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുങ്ങിയത് 100 തവണ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന സന്ദർഭങ്ങൾ, അങ്ങനെ പല സന്ദർഭങ്ങളും. അപ്പോൾ ഈ വാദിനെ സംബന്ധിച്ച്, നേരത്തെ പറഞ്ഞ ദുആനെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെയാണ് ഈ വാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാദ് ചെയ്ത കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് നമ്മുടെ ഈ ത്വാഅത്തിലുള്ള പ്രശ്നമായിരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ വാദുകൾ അല്ലെങ്കിൽ കരാറ് പാലിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സമയം അല്ലെങ്കിൽ സാഹചര്യം ഇതിനോടൊക്കെ ഒത്തതായിരിക്കും, ഹൈറായത് തിരഞ്ഞെടുക്കുകയായിരിക്കും. ഓക്കെ, ഇതാണ് പറഞ്ഞത്.
ദ്വാ ചെയ്യുന്നതിൽ ഇജാബത്ത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള നിരാശപ്പെടരുത്. കാരണം നീ തിരഞ്ഞെടുക്കുന്നതിലല്ല അള്ളാഹു തിരഞ്ഞെടുക്കുന്നതിൽ, അവൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇജാബത്ത് തരും. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.